പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 28 മുതൽ 35 വരെയും 38 വാക്യങ്ങൾ. ദൂതൻ അവളുടെ അടുത്തു വന്നു പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്കും സ്തുതി. ഭാവിയെക്കുറിച്ചുള്ള സ്വപ്ന കൂടാരങ്ങൾ തകർന്നു വീഴുമ്പോൾ അവയ്ക്ക് നടുവിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥ ആത്മീയത. വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ വിശുദ്ധ യൗസേപ്പിനും കന്യകാമറിയത്തിനും ഭാവി ജീവിതത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ഒരു രാത്രിയിലെ ദൈവിക ഇടപെടൽ രണ്ടു പേരുടെയും ജീവിതത്തിൻ്റെ പ്രതിവിധികൾ മാറ്റിമറിക്കുന്നു. ഞാൻ കണ്ട സ്വപ്നങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ സ്വപ്നമെന്ന് മറിയവും യൗസേപ്പിതാവും തിരിച്ചറിഞ്ഞു. നാളെയെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും പ്രതീക്ഷ ഇല്ലാത്ത വിധം അനിശ്ചിതമായ ജീവിതാവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുപോയപ്പോൾ ആ നിസ്സഹായതയിൽ ദൈവത്തിന് സ്തുതിഗീതം പാടാനും മറിയത്തിന് കഴിഞ്ഞു. ഞാൻ കണ്ട സ്വപ്നമെല്ലാം ദൈവത്തിന് എന്നെക്കുറിച്ചുള്ള സ്വപ്നമെന്ന് മറിയം തിരിച്ചറിഞ്ഞു. നാളെയെക്കുറിച്ച് ഞാൻ കെട്ടിപ്പടുത്തുന്ന സ്വപ്ന കൂടാരങ്ങൾ ക്ഷണനേരം കൊണ്ട് തകർന്നു പോകുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളെ നിൻ്റെ സ്വപ്നങ്ങളോട് ചേർത്ത് വയ്ക്കാൻ എനിക്ക് കൃപ നൽകണമേ. എൻ്റെ ഉണ്ണീശോയെ, നിൻ്റെ മാതാപിതാക്കൾ നിനക്ക് വേണ്ടി തങ്ങളുടെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചപ്പോൾ ഒരു ജനതയുടെ രക്ഷയുടെ സാക്ഷാത്കാരം സാധ്യതമായി. ഈശോയെ, അങ്ങയോട് ചേർത്ത് സ്വപ്നം കാണാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. പുൽത്തൊഴുത്തിലെ പുണ്യമായ ദിവ്യ പൈതലേ, എന്നെ നിന്റെ പുൽക്കൂട്ടിൽ ആനന്ദഗാനം ആലപിക്കുന്ന മാലാഖയാക്കി മാറ്റണമേ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിനു മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടുകയാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ
തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ ഈശോമിശിഹായ്ക്കും സ്തുതി. എൻ്റെ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം എനിക്ക് മനസ്സിലാക്കി തരണമേ. എൻ്റെ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം എനിക്ക് മനസ്സിലാക്കി തരണമേ. എൻ്റെ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ ആഴം എനിക്ക് മനസ്സിലാക്കി തരണമേ.